ഞാൻ ആപ്പ പയ്യനൊന്നുമല്ല. ഞാൻ ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എന്റെ ഫ്രണ്ടിൽ 8 കമ്പ്യൂട്ടർ നിരത്തി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഓരോ മണിക്കൂറിലും 1 ലക്ഷം രൂപ സാലറി ഉണ്ട്, അറിയോ? പലതരം നുണയും കേട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് നുണ ആദ്യം. എടാ, ഈ ലാപ്ടോപ്പിൽ എങ്ങനെ നീ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എങ്ങനെ അതിൽ കിടന്ന് ഉരുളോ? കീബോർഡിൽ കിടന്ന് ഉരുളോ? നീ എങ്ങനെ ഇത് ശരിയാക്കും? ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ. എങ്ങനെയെങ്കിലും നാട്ടിൽ പോകുന്ന വെച്ചാ നാടെ എവിടെയാണ്? തമ്മനം. അത് ഡിങ് ഡിങ് ഡാൻസ് കളിക്കുന്ന ഒരു നടിയല്ലേ? അത് തമ്മന്ന. നിങ്ങളെ സ്ഥലം എവിടെയാണ്? കൊട്ടാരക്കര മണ്ണടി. നിങ്ങൾ കൊട്ടാരക്കര മണ്ണടിക്കുക, കൊല്ലത്ത് മണലിറക്കുകയോ ചെയ്യും. നിങ്ങൾ സ്ഥലം പറ. അയ്യോ അനിയ, അതല്ല പറഞ്ഞ. കൊട്ടാരക്കര മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണടി. ഈ മണ്ണടിയിലല്ലേ പണ്ട് വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയുണ്ടായത്? ഞാനൊരു 6 മണിക്ക് ശേഷം ജംഗ്ഷനിൽ നിൽക്കും. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഈ നമ്മളിപ്പോ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ഈ പിടിച്ചു മാറ്റാൻ നിന്നാലും വിഷയങ്ങളാണ്. ബ്രിട്ടീഷുകാരല്ല, ആരെന്ന് പറഞ്ഞാലും എന്റെ ദേഹം നൊന്നാ ഞാൻ കന്നമ്പളക്ക തല്ലോന്ന് പറഞ്ഞാൽ തല്ലോ, അത് ഉള്ളതാണ്. വയറ് ഭയങ്കര വേദനയാണ്. രാവിലെ കഴിച്ച ഫുഡ് ശരിയായില്ല. അനി എന്തോ കഴിച്ചേ? 4 ചപ്പാത്തിയും ഡാല് കറിയും. അയ്യോ, ഈ ചപ്പാത്തിയും ഡാല് കറിയും ഒന്നും കഴിക്കരുത് കേട്ടോ. അതൊക്കെ വയറ്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആണെന്ന്. നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് സന്ധ്യ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ഈ പെങ്കൊച്ചിന് ഞാൻ ചപ്പാത്തിയും ഡാല് കറിയും മേടിച്ചു കൊടുത്തു. വയറ്റിന് പിടിച്ചില്ല. വയറ്റിന് പിടിച്ചില്ല. പിന്നെ എന്താ ഇത്? പിന്നെ ഞാൻ രാത്രി ആയപ്പോ ഒരു മസാല ദോശ മേടിച്ചോണ്ട് കൊടുത്തു. അപ്പൊ വയറ്റിന് പിടിച്ചാ? വയറ്റിന് പിടിച്ചില്ലെന്ന്. പിന്നെ പുള്ളിക്കാരിയുടെ മാപ്പിള എന്റെ പിറകുശത്ത് തോളിലൊന്ന് പിടിച്ചു. അതോടുകൂടി ഞാൻ ഈ മേടിച്ചു കൊടുപ്പങ്ങ് നിർത്തി. എനിക്ക് വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ. നിങ്ങൾക്ക് വല്ലതും കഴിക്കാൻ വേണോ? നിങ്ങളെല്ലാം കഴിച്ചായിരുന്ന? ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു. അതിന്റെ മുകളിലുള്ള നിപ്പാണ്. അണ്ണോ, ഈ ചായയുടെ മണ്ടയിൽ നിൽക്കാനും ഇരിക്കാനും നിങ്ങൾ എന്താണ്, ഈച്ചയാണോ? ഇത് ഈ കാടാണ്. ഈ കാടായതുകൊണ്ട് ഈ ഈച്ച ഇവിടെ കിടന്ന് കറങ്ങിക്കോളും. ഇത് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാ നീ കൊണ്ടുവരണം. ഇത് ഏറിപ്പോയി കഴിഞ്ഞാൽ അറിയാലോ, നീയും ഈച്ചയും വയറിലാണ് ഈ സാധനം. ഈ കാട്ടിക്കിടന്ന് ഇത് കറങ്ങണം. ഈച്ചയെ നോക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം. ആരെങ്കിലും വന്നെങ്കിൽ വഴിയെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. என்னடா இங்க கலாட்டை? என்ன தெரியுமா? ഇല്ല, நான் தான் இங்க கவுண்டர். അയ്യോ, ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടാ. ഈ സിറ്റുവേഷൻ തൊട്ട് കൗണ്ടർ കൊണ്ടാ കേരളം. അണ്ണ ഒന്ന് ചിരിച്ചാണ. எதுக்குடா என்ன சிரிக்க வச்ச? ഒരു കൗണ്ടർ ഇവിടെ ചിരിക്കാതെ പോരുത്. ஏய், என்கிட்ட அப்படி பேசக்கூடாது. ஜாக்கிரதை. അണ്ണാച്ചി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ്. ഇതാണല്ലേ ജാഗ്രത. നമ്മുടെ തികൃതൈ. അതുകൊണ്ട് അവിടെ ഒരു തിപ്രതയുണ്ട്, ചെറുതാണല്ലേ. നല്ലതാണ്. തമിഴ്നാട്ടിൽ മാത്രം ഇത് വെക്കുന്നത്. എങ്ങനെ വരച്ചാ വെക്കുന്ന ഇത് ജാഗ്രത. என்ன பேச்சு பேசுறா? என்ன பேச்சு பேசுறா? என்கிட்ட யாரும் இந்த மாதிரி சொல்ல மாட்டேன். പാട്ടേ சொல்ல மாட்டேன். മനസ്സിലായോ? ഈ തോർത്തിൽ എഴുതി വെച്ചിട്ട് മനസ്സിലായില്ല. ഈ പുള്ളി കൊല്ലത്തുള്ള ഒരു മാട്ടയാണ് പറഞ്ഞ കേട്ടില്ലേ? കൊല്ലം മാട്ട എന്ന് പറഞ്ഞു. കൊല്ലത്ത് ഏത് മാട്ട ട്രൂപ്പിലാണ്? തൂക്കണം കുരുവിയിൽ വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരി. ഒന്നാമത് കല്യാണം നിങ്ങൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഫീലിങ്സ് അറിഞ്ഞൂടാ. ഇങ്ങനെയും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം. என்னடா, எனக்கு கல்யாணம் தெரியாதா? டேய், நான் முதலே கல்யாணம் பண்ணியாச்சுடா. ஆனா எனக்கு குழந்தைகள் இல்லை. അണ്ണാച്ചി, ഇതിന് നമ്മള് പരാതി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യം. ഈ മുതലേ എന്ന് പറയുന്ന സാധനം മൊത്തം മുള്ളാണ്. പിന്നെ ഇതിന്റെ വായെന്ന് പറഞ്ഞ വലുതാണ്. ഇതിന് നമുക്കൊരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റും. പിന്നെ കുട്ടികളില്ല എന്ന് പരാതി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.